വേതന വർധന ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ആശാപ്രവർത്തകർ നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ജീവനക്കാരെ അകത്ത് കടക്കാൻ അനുവദിക്കില്ല എന്ന് സമരക്കാർ വ്യക്തമാക്കി. അതിനിടെ ആരോഗ്യവകുപ്പിന്റെ ആശാപ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടിയും നാളെ തന്നെ നടത്താൻ നിശ്ചയിച്ച് സമരം സർക്കാർ പൊളിക്കാനുള്ള നീക്കത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, നമുക്കറിയാം എത്ര ദിവസമായി ഇവർ ഈ സമരം തുടരുകയാണ്. 35-ാം ദിവസത്തിലേക്കൊക്കെ കടക്കുകയാണ്. അവരുടെ ആവശ്യം, ന്യായമായ ആവശ്യം സാധിച്ചു കൊടുക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാകും അവർ മറ്റ് വഴികൾ കൂടി തേടുന്നത്. ഒരു ഉപരോധത്തിലേക്ക് കടക്കുകയാണ്. ആശാവർക്കർമാർ ശരിക്കും പറഞ്ഞാൽ ലക്ഷമരായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം, അല്ലേ രാഹുൽ? അങ്ങനെ തന്നെയാണ്. അതായത് സർക്കാർ ഇത്തരത്തിൽ അനുകൂലമായ നിലപാടെടുത്തില്ല എന്ന് മാത്രമല്ല, യാതൊരുവിധ ചർച്ചയ്ക്കും അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിഗണിക്കാമെന്ന വാക്ക് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു മാസത്തിനിപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ ഒരു സമയത്താണ് സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നിയമവിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകേണ്ട ഒരു അനിവാര്യതയിലേക്ക് അവരെത്തി എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ആ ഘട്ടത്തിലാണ് 17-ാം തീയതി നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ സമരം തീരുമാനിച്ചു. ഇന്നലെയാണ് ഒരു ഉത്തരവ് വരുന്നത്. ആ ഉത്തരവിൽ പരിശീലന പരിപാടിയിൽ ആശാപ്രവർത്തകർ ഹാജരാകണമെന്ന തരത്തിൽ ഒരു ഉത്തരവ് ഇറങ്ങുന്നു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലാണ് അത്തരത്തിൽ ഒരു പരിശീലനം, പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട പരിശീലനം ഉണ്ടാകുന്നത്. ഒരു പരിശീലനത്തിന് അറിയിപ്പ് ഉണ്ടാകുമ്പോൾ അത് മാസങ്ങൾക്ക് മുൻപേ അറിയിപ്പ് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു 15 ദിവസം മുമ്പ്, 2 ആഴ്ച മുമ്പെങ്കിലും അറിയിപ്പ് ലഭിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ദിവസവുമായി ബന്ധപ്പെട്ട് ഈ ഉപരോധ സമരം അത് അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ടാണ് കരുതുന്നത്. ഇന്നലെയും അത് തന്നെയാണ് യസ്മിനി നമ്മോട് പറഞ്ഞത്. എന്തായാലും ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, അല്ലേ? സമരവുമായി ശക്തമായി മുന്നോട്ട് പോകും. കാരണം മറ്റു പോംവഴികളൊന്നുമില്ല. ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന മിനിമം 700 രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൽ നിന്ന് എന്തിനാണ് പിന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമരം വളരെ ശക്തമാണ്. ബാക്കി സമരത്തിൻ്റെ അടുത്ത ഘട്ടമൊക്കെ നാളെ പ്രഖ്യാപിക്കും. ഈ പരിശീലന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉത്തരവിറങ്ങുന്നു, ഹാജരാകണമെന്ന് പറഞ്ഞാൽ അത് ഒരു സമ്മർദ്ദമാകില്ലേ ആശാപ്രവർത്തകർ? തീർച്ചയായിട്ടും ഈ സമരത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പരിശീലനം മാത്രമാണ്, മറ്റൊന്നുമല്ല അതിനകത്ത്. കാരണം കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും ഈ സമരത്തോടൊപ്പമാണ്. ഇതിന് സമരത്തിൽ പങ്കെടുക്കാത്ത മാറി നിൽക്കുന്നുവെന്ന് ഗവൺമെൻറ് അവകാശപ്പെടുന്ന ആളുകൾക്ക് പോലും ഫീൽഡിൽ പോകാൻ പറ്റുന്നില്ല. കാരണം നാട്ടുകാർ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത്. അതാണ് ഒരു വശത്ത്. തിരുവനന്തപുരത്ത് അടക്കം നാളെ പരിശീലനങ്ങൾ പരിപാടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ 2 മണി വരെ അതിന് ഹാജർ രേഖപ്പെടുത്തും. അവരുടെ പങ്കെടുക്കാത്തവരുടെ ലീവ് മാർക്ക് ചെയ്യും എന്നൊക്കെ പറയാം. നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ വോളണ്ടിയർ വർക്ക് എന്നാണ് ഗവൺമെൻറ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്നദ്ധ പ്രവർത്തകർക്ക് എന്തിനാണ് ഈ നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്? അപ്പോൾ ജോലി ചെയ്യാൻ മാത്രം നിർബന്ധിതവും കൂലി ചോദിക്കുമ്പോൾ സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. 17 വർഷമായി സ്ഥിര സ്വഭാവത്തിൽ ജോലി ചെയ്യുന്നവരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്ന ഡിമാൻഡ് ഏറ്റവും പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് സമരം ചെയ്ത് അവകാശങ്ങൾ നേടിയല്ലാതെ ഒരു മടങ്ങിപ്പോക്കില്ല. ഈ പരിശീലന പരിപാടി ഒഴിവാക്കി നാളത്തെ ഉപരോധത്തിലേക്ക് വരാൻ എല്ലാവർക്കും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതവർ ഈ സമ്മർദ്ദങ്ങൾക്കപ്പുറത്തേക്ക് അത് വരാമെന്ന് പറയുന്നുണ്ടല്ലേ? സമരസമിതി പറയാതെ തന്നെ മുഴുവൻ ആശാവർക്കർമാരും വിളിച്ചു പറയുന്നത് ഇത് നാളത്തെ ഉപരോധം തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഉപരോധത്തിലേക്ക് വരികയാണ്. വേറെ എന്താണ് പോംവഴി? വേറെ പോംവഴിയില്ല. 232 രൂപയ്ക്ക് ഇനി പണിയെടുക്കാൻ പറ്റില്ല. അത് തിരിച്ചറിയുകയാണ്. ഇത്രയും തൊഴിൽ ചൂഷണം, അതും സ്ത്രീ തൊഴിലാളികളുടെ മേലുള്ള തൊഴിൽ ചൂഷണം നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കുക, സമരം ചെയ്യുമ്പോൾ അപഹസിക്കുക, പരിഹസിക്കുക, ഇതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഗവൺമെൻറ് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും മിനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ഈ സമരം ചെയ്യുന്നത്. ആ സമരം ഓരോ ദിവസം കഴിയുമ്പോൾ അതിനെ പരിഹസിക്കുകയും അല്ലെങ്കിൽ അതിനെ തടയിടാനുള്ള, അതിനെ ഉപരോധിക്കുവാനുള്ള മാർഗങ്ങളൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അല്ലാതെ അവരുമായി ചർച്ച നടത്താനോ വേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മിനി അടക്കമുള്ള ആശാപ്രവർത്തകർ പറയുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അത് തരാതെ എന്തിനാണ് സർക്കാർ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്നുള്ളത് ന്യായമായ ചോദ്യമാണ്. എന്തായാലും നാളെ അവർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ജീവനക്കാരെ അകത്തേക്ക് കടക്കാൻ സമ്മതിക്കും
സാധിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. കാരണം ഈ ഉപരോധങ്ങളും അല്ലെങ്കിൽ സമരങ്ങളും ഒന്നുമല്ല ഒരു സ്ഥായിയായ ഒരു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള മാർഗം. കാരണം അവർ ചർച്ച നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇനിയെങ്കിലും തയ്യാറായിക്കൂടെ എന്നുള്ളതാണ്. കാരണം ആശാ വർക്കർമാർ എല്ലാവരും അക്ഷമരാണ്. കാരണം അവർ ആ വെയിലും മഴയും ഒക്കെ കൊണ്ട് അവിടെ ഇരിക്കുന്നത് ന്യായമായ അവരുടെ ആവശ്യം നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്നാണ്. എന്ത് തന്നെ സംഭവിച്ചാലും അതിൽ നിന്ന് പിന്മാറില്ല എന്നുമാണ് അവർ പറയുന്നത്. അവരുടെ ആ ഒരു സമരം വിജയം കാണട്ടെ എന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം.